നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് അനാലിസിസിലെ അനാലിറ്റിക് ഫംഗ്ഷൻ, ലാപ്ലാസ് ഇക്വേഷൻ, ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട സെറ്റിന് മുന്നേ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടോ? ഒന്നെങ്കിൽ അനലിറ്റിക് ഫംഗ്ഷൻ ആണോ ചോദിക്കാം, അല്ലെങ്കിൽ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചോദിക്കാം, അതും അല്ലെങ്കിൽ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനുണ്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ സ്റ്റാർട്ടിംഗ് ആണ് അനാലിറ്റിക് ഫംഗ്ഷൻ. എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ w is equal to f of z, a function of z which is equal to u plus iv is analytic at a point z equal to z naught if dw by dz equal to f dash z exist and unique at z naught. അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അതും അല്ലെങ്കിൽ നമ്മളിവിടെ ഈ ഡെഫിനിഷൻസ് ഒക്കെ ഒന്നല്ല യൂസ് ചെയ്യുക. അനലിറ്റിക് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യുക, നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ്. ഇപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ എഫ് സെഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് ഫംഗ്ഷൻ ഓഫ് വി ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ റിയൽ പാർട്ടിൻ്റെ ഫംഗ്ഷൻ നമ്മൾ യു എന്ന് വിളിക്കും, ഇമാജിനറി പാർട്ടിൽ വരുന്നതിന് വി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ പറയുന്നത് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു നെഗറ്റീവ് വി എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് എന്ന്. അപ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് del u by del x equal to del v by del y കിട്ടണം. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ del u by del y equal to നെഗറ്റീവ് del v by del x. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ മിക്കവാറും ഈ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതിപ്പോൾ 2017 ഫെബ്രുവരിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is not an analytic function in the complex plane? Here z equal to x plus iy. ഇപ്പോൾ എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് അനലിറ്റിക് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്തിട്ട് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ ഇതാണ്, പി കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ഓരോന്നിലും ഫസ്റ്റ് പാർട്ട് റിയൽ ഭാഗത്ത് വരുന്നത് യുവും ഇമാജിനറി പാർട്ടിൽ വരുന്നത് വിയും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2y ആണ് തന്നിട്ടുള്ളത്. അതിൽ എക്സ് വൈ ആണ് യു, ഐയുടെ കൂടിയിൽ 2 ആണ് വി. ഇനി നമ്മൾ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് യു എക്സ് എന്ന് പറയുന്നത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈ കിട്ടും, വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും. ഇനി വീണ്ടും യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് കിട്ടും, എഗെയിൻ വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. യു എക്സും വി വൈയും ഈക്വൽ ആണോ നോക്കുക. ഇവിടെ യു എക്സും വി വൈയും തമ്മിൽ വ്യത്യാസമാണ്. യു എക്സ് വൈ ആണ്, വി വൈ 0 ആണ്. ഇവിടെ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ. അതുകൊണ്ട് തന്നെ കോഷി റീമാൻ്റെ ഈ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, അനലിറ്റിക് അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് നോട്ട് അനലിറ്റിക് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അനലിറ്റിക് അല്ല. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് വരിക, ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം ബിയും സിയും ഡിയും. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കിയിട്ടുണ്ട് ബിയും സിയും ഡിയും. ബി എന്ന് പറയുന്നത് 1 + x + i ആണ്. ഇത് 1 + x ആണ് യു ആൻഡ് വൈ ആണ് വി. യു എക്സ് ചെയ്താൽ 1 കിട്ടും, യു വൈ ചെയ്താൽ 0 കിട്ടും, വി എക്സ് ചെയ്താൽ 0 കിട്ടും, വി വൈ ചെയ്താൽ 1 കിട്ടും. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് കിട്ടുന്നുണ്ട്. 0 രണ്ട് 0 ആണ്. അപ്പോൾ ഇത് അനലിറ്റിക് ആണ്. അതുപോലെ മൂന്നാമത്തെ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് 1, ഇത് യു, വൈ പ്ലസ് 1 വി. ഇവിടെയും യു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 കിട്ടും, യു വൈ എന്ന് പറഞ്ഞാൽ 0, വി എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇവിടെ 0 ആണ്, വി വൈ എന്ന് പറഞ്ഞാൽ 1. ഇവിടെയും യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ആ കണ്ടീഷൻ ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെയും അനലിറ്റിക് ആണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2 ടൈംസ് ഐ എക്സ് വൈ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ യുവും 2xy വിയും ആണ്. അപ്പോൾ യു എക്സ് കാണാം, പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോൾ 2x കിട്ടും, യു വൈ ചെയ്താൽ മൈനസ് 2y, വി എക്സ് ചെയ്താൽ 2y കിട്ടും, വി വൈ ചെയ്താൽ 2x കിട്ടും. നോക്കുക, കമ്പയർ ചെയ്യുക. യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇവിടെയും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിയും സിയും ഡിയും അനലിറ്റിക് ആണ്. ഫസ്റ്റ് 1 ആണ് അനലിറ്റിക് അല്ലാത്തത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അനലിറ്റിക് അല്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ നമുക്ക് ഈ 3 ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ബട്ട് സ്റ്റിൽ ഞാനിവിടെ ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇതാണ് ഒരു ടൈപ്പിൽ വരിക, അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത്. രണ്ടാമത്തേത് ലാപ്ലാസ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാപ്ലാസ് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഇക്വേഷൻ പറയുന്നത് സം ഓഫ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ 0. അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. യു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി? ആ ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതാണ് സെറ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ സെറ്റ് എക്സാമിൽ ഹാർമോണിക് കോൺജുഗേറ്റ് കാണാനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. ആ കേസിലൊക്കെ നമ്മൾ ഈ ലാപ്ലാസ് ഇക്വേഷനാണ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു 2 പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ 2017 ഫെബ്രുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ലാപ്ലാസ് ഇക്വേഷൻ? ലാപ്ലാസ് ഇക്വേഷൻ എന്താണ്? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. ഇവിടെ ഫംഗ്ഷൻ യുവിൽ തന്നെയാണ്. അപ്പോൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു നോക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x കിട്ടി. യു വൈ എന്ന് പറഞ്ഞാൽ -2y. യു എക്സ് എക്സ് ചെയ്താൽ യു എക്സിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 കിട്ടി. യു വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -2 കിട്ടി. അപ്പോൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ന് പറഞ്ഞാൽ 2 + -2 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒന്നാമത്തെ തന്നെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ ഒന്നാമത്തതാണ്. ഇവിടെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കി 3ഉം വെരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് ബി ഓപ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ യു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x കിട്ടി. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y കിട്ടി. ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 കിട്ടി. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ യു വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 കിട്ടി. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സമ്മ് 4 ആണ് വരുന്നത്, 0 അല്ല. അതുകൊണ്ട് ഇത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുപോലെ സി ഓപ്ഷനും നമ്മൾക്ക് കിട്ടില്ല, ഡി ഓപ്ഷനും നമ്മൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഇനി മറ്റൊരു ടൈപ്പ് ഇപ്പോൾ 2019 ജൂലൈയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹാർമോണിക് കോൺജുഗേറ്റ്? യു ഓഫ് എക്സ്. യു ഓഫ് എക്സിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കാണേണ്ടത്. ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം ഡെഫിനിഷനിൽ പറഞ്ഞു, എഫ് ഓഫ് സെഡിനെ നമ്മൾ യു പ്ലസ് ഐ വി ഫോമിലാണ് എഴുതുക. അപ്പോൾ ഇതിൽ നമ്മൾക്ക് യു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണേണ്ടത് വി ആണ്. ചിലപ്പോൾ വി ആയിരിക്കും തരിക, അപ്പോൾ യു കാണണം. അപ്പോൾ നമുക്കിവിടെ യു തന്നിട്ടുണ്ട്, നമുക്ക് കാണേണ്ടത് എന്താണ്? വി ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻസ് നോക്കണം. ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക യു ഹാർമോണിക് ആണോ എന്ന് ആദ്യം ഒന്ന് വെരിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർമോണിക് കോൺജുഗേറ്റ് കാണാൻ. എന്തുകൊണ്ടാണ് വെച്ചാൽ ഹാർമോണിക് ഫങ്ഷൻസ് എപ്പോഴും അനലിറ്റിക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് കാണുന്നത്? ഹാർമോണിക് കോൺജുഗേറ്റ് കാണുന്നത്. അപ്പോൾ നോട്ട് ചെയ്യേണ്ടതാണ് ഹാർമോണിക് ഫങ്ഷൻ അനലിറ്റിക് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൂടെ നോക്കുന്നുണ്ട്? ഈ യു എന്ന് പറയുന്നത് ഹാർമോണിക് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ആണ്. അപ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ 2x + 1 ആണ്. യു വൈ എന്ന് പറഞ്ഞാൽ -2y ആണ് വരിക. യു എക്സ് എക്സ് ചെയ്താൽ 2 കിട്ടും. യു വൈ വൈ ചെയ്താൽ -2 കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0. അപ്പോൾ യു ഹാർമോണിക് ആണ്. അപ്പോൾ സെറ്റ് എക്സാമിന് ഇത് കാണണമെന്നൊന്നുമില്ല, വെരിഫൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി നമ്മൾക്ക് കാണേണ്ടത് ഇതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 മെത്തേഡിൽ കണ്ടുപിടിക്കുക. ആ 2 മെത്തേഡ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്ത് പോകുന്നതാണ്. കാരണം നമ്മൾ യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു -vx ആണ് കോഷി റീമാൻ ഇക്വേഷൻ. അത് വെച്ചിട്ട് നമുക്ക് വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഡി വി എന്ന് പറയുന്നത് ഡെൽ വി ബൈ ഡെൽ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡെൽ വി ബൈ ഡെൽ വൈ ആണ്. ഡെൽ വി ബൈ ഡെൽ വൈ ഇൻറ്റു ഡി വൈ. അതായത് ഡി വി കാണുന്നത് ഈ രീതിയിലാണ്. ഡെൽ വി ബൈ ഡെൽ എക്സ് ഇൻറ്റു ഡി എക്സ്
പ്ലസ് ഡെൽ വി ബൈ ഡെൽ വൈ ഇൻറ്റു ഡി വൈ. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡെൽ വി ബൈ ഡെൽ എക്സ് അല്ലെങ്കിൽ വി എക്സും വി വൈൻ്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ യൂസ് ചെയ്യും. കോഷി റീമാൻ ഇക്വേഷൻ പറയുന്നത് വി എക്സ് എന്ന് പറയുന്നത് മൈനസ് യു വൈക്ക് ഈക്വൽ ആണ്, ഇത് മൈനസ് യു വൈക്ക് ഈക്വൽ ആണ്. അതുപോലെ വി വൈ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? വി വൈ എന്ന് പറയുന്നത് യു എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വി എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് യു വൈ ഡി എക്സ് പ്ലസ് വി വൈൻ്റെ സ്ഥാനത്ത് യു എക്സ് ഡി വൈ. നമുക്ക് യു വൈയും യു എക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയത് എന്താണ്? മൈനസ് 2y ആണ്. അപ്പോൾ മൈനസ് യു വൈ എന്ന് പറഞ്ഞാൽ 2y ഡി എക്സ് പ്ലസ് യു എക്സിൻ്റെ വാല്യൂ 2x പ്ലസ് 1 ഇൻറ്റു ഡി വൈ. ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്, ഇത് എക്സ്പാൻഡ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ 2y ഡി എക്സ് പ്ലസ് 2x ഡി വൈനെ ഒരുമിച്ച് എഴുതി, പ്ലസ് 2y ഡി എക്സ് പ്ലസ് 2x ഡി വൈനെ ഒരുമിച്ച് എഴുതി, പ്ലസ് ഡി വൈനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇതിനെ രണ്ടിനെയും ഞാൻ കമ്പയർ ചെയ്ത് എഴുതുകയാണ്. ഇതിനെ നമ്മൾക്ക് ഡെറിവേറ്റീവ് ഓഫ് 2xy എന്ന് എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് 2xy നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഇവിടെ യൂസ് ചെയ്താൽ മതി. ഡി ഓഫ് 2xy എന്ന് പറഞ്ഞാൽ ഡി വൈ ഓഫ് 2xy എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ 2 കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണം ഔട്ട് സൈഡ് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ തൊട്ട് മുകളിലത്തെ സാധനമാണ് കിട്ടുക, പ്ലസ് ഡി വൈ. അപ്പോൾ ഇത് ഡി വിൻ്റെ ഇക്വേഷനാണിത്. ഇനിയിപ്പോൾ വി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഈക്വൽ ടു, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ രണ്ട് സൈഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2xy വന്നു. ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ y പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. ഇവിടെ കോൺസ്റ്റൻറ്റ് തരാറില്ല, കോൺസ്റ്റൻറ്റ് 0 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ കിട്ടിയ ആൻസറും ഓപ്ഷൻസും കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്ത് നോക്കിയാൽ 2xy പ്ലസ് y എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഒന്നാമത്തെ മെത്തേഡ് ഈ മെത്തേഡാണ്. ഇനിയിപ്പോൾ ചില ഇക്വേഷനിൽ നമ്മൾക്ക് കുറച്ചൊരു കോംപ്ലിക്കേഷൻ വരും ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എളുപ്പമുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? എക്സ് പ്ലസ് 2xy ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. നമ്മൾ ഇതിനെ വി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ വി എക്സ് കണ്ടു നോക്കുക. വി എക്സ് കണ്ടാൽ എന്ത് കിട്ടി? 1 പ്ലസ് 2y കിട്ടി. വി വൈ ഈക്വൽ ടു എന്ത് വന്നു? 2x കിട്ടി. ഇനി കമ്പയർ ചെയ്താൽ വി എക്സും വി വൈയും കിട്ടി. ഇനി എന്താ? യു എക്സ് നമ്മൾക്ക് കിട്ടിയത് എന്താണ്? യു എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 1 ആണ്. യു വൈ എന്ന് പറയുന്നത് മൈനസ് 2y ആണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ നോക്കുക. യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ഇതുപോലെ അടുത്ത ഓപ്ഷൻസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ ഇവിടെ വി ഈക്വൽ ടു വൈ പ്ലസ് 2xy. ഇവിടെയും വി എക്സ് ഈക്വൽ ടു എന്ത് വന്നു? വി എക്സ് ഈക്വൽ ടു 2y വന്നു. വി വൈ ഈക്വൽ ടു 1 പ്ലസ് 2x. ഇനി കമ്പയർ ചെയ്ത് നോക്കാം. യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ നോക്കുക. യു എക്സ് 2x പ്ലസ് 1 ആണ്. യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സ് ആണ്. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഈ ഓപ്ഷനിൽ ഓരോന്നിനെയും വി ആയിട്ട് വിളിച്ചിട്ട് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചില കേസിൽ ഈ രീതി ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് 2019 ഫെബ്രുവരിയിലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് മെത്തേഡ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞ മെത്തേഡായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് മെത്തേഡ് മാത്രം ഇവിടെ പറയുകയാണ്. ഇവിടെ എന്താണ്? കോഷി റീമാൻ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യു എന്ന് തന്നിട്ടുള്ളത് എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ തന്നിട്ടുണ്ട്. യു എക്സ് കാണുക. യു എക്സ് കിട്ടുക 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ ആണ്. യു വൈ കണ്ടാൽ മൈനസ് 6xy കിട്ടി. ഇവിടെയും യു എക്സ് എക്സും യു വൈ വൈയും കണ്ടുപിടിക്കുക. ഹാർമോണിക് ആണോ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുകയാണ്. യു എക്സ് എക്സ് കാണുമ്പോൾ എന്ത് കിട്ടി? യു എക്സ് എക്സ് ഇവിടെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 6x കിട്ടി. യു വൈ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് 6x കിട്ടി, മൈനസ് 6x കിട്ടി. ആഡ് ചെയ്താൽ 0. ഇനി നമ്മൾ ഡി വിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. വി എക്സ് ഡി എക്സ് പ്ലസ് വി വൈ ഡി വൈ. വി വൈ ആണ്.
വി വൈ ഡി വൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി എക്സിന് പകരം മൈനസ് യു വൈ ഡി എക്സ് പ്ലസ് വി വൈക്ക് പകരം യു എക്സ് ഡി വൈ. ഇനി യു മൈനസ് യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്സ് എക്സ് വൈ ഡി എക്സ് ആണ്. പ്ലസ് യു എക്സ് എന്ന് പറഞ്ഞാൽ 3x² മൈനസ് 3y² ഡി വൈ. ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇതിനാദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി റീഅറേഞ്ച് ചെയ്യാണ്. എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ 6xy ഡി എക്സും 3x² ഡി വൈയും ഒരുമിച്ച് എഴുതി, മൈനസ് 3y² ഡി വൈനെ സെപ്പറേറ്റ് ചെയ്തു. കാരണം ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് 3x² ആണ്. കാരണം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് തൊട്ട് മുകളിലത്തതാണ് കിട്ടുക. പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് തൊട്ട് മുകളിലത്തെയാണ് കിട്ടുക, മൈനസ് 3y² ഡി വൈ. അപ്പോൾ ഇത് ഡി വി ആണ്. ഇനി വി കിട്ടാൻ രണ്ട് സൈഡും എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ വി ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഫംഗ്ഷൻ മാത്രം വരും, 3x² മൈനസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 3y³ 3 കിട്ടും. 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി, ദാറ്റ് ഈസ് y³ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. അപ്പം നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. 3x² മൈനസ് y³ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതിനെക്കാട്ടി എളുപ്പം ഒന്നിക്കിൽ ഓപ്ഷൻസിൽ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും. അപ്പോൾ അതിവിടെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എത്രയാണ് ഈ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലാപ്ലാസ് ഇക്വേഷൻ അതുമല്ലെങ്കിൽ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഒക്കെ കാണാൻ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.